നേർക്കുനേരെ നമ്മളൊരു കാര്യം അള്ളാഹിനോട് ആദ്യം തന്നെ അങ്ങ് പ്രാർത്ഥന പറയുന്നതിൻ്റെ മുമ്പേ നമ്മൾ ആദ്യം അള്ളാഹുവിനെ സ്തുതിച്ച് അവനെ പുകഴ്ത്തി, അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ ദുആ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എന്ത് പറയും? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊക്കെ നമ്മൾ ചുരുങ്ങിയ നിലക്ക് പറയും. എന്നിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് നമ്മൾ സ്വലാത്ത് ചൊല്ലും. എന്നിട്ടാണ് നമ്മൾ അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ ദുന്യവിയും ഉഖറവിയുമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുള്ളത്. അതാണ് അതിൻ്റെ ഒരു അദബ്. എന്നാൽ ഇതൊന്നും ചൊല്ലാതെ ഒരാൾ പ്രാർത്ഥിച്ചാൽ അത് തെറ്റൊന്നുമല്ല. ഒരാൾക്ക് പെട്ടെന്നൊരു കാര്യം പ്രാർത്ഥിക്കേണ്ട ഒരു അവസരത്തിൽ അദ്ദേഹം പെട്ടെന്ന് ഹംദു സ്വലാത്തൊന്നും പറഞ്ഞില്ല, അദ്ദേഹം പ്രാർത്ഥിച്ചു. തെറ്റുണ്ടോ? തെറ്റൊന്നുമില്ല. പക്ഷെ അഫ്ളലായ രീതി, ശ്രേഷ്ഠമായ രീതി ഇതാണ്. നമ്മൾ അള്ളാഹുവിനെ പുകഴ്ത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേൽ സ്വലാത്തും ഉരുവിട്ട് ശേഷം നമ്മുടെ കാര്യം ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ അഫ്ളലായ ഒരു രീതി എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്.